ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21 മുതലുള്ള വാക്യങ്ങൾ. ജനം സ്കറിയായെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നു. ദേവാലയത്തിൽ അദ്ദേഹത്തിനുണ്ടായ താമസത്തെപ്പറ്റി അവർ അത്ഭുതം കൂറി നിന്നു. സ്കറിയ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിപ്പാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തിന് ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അദ്ദേഹം അവരോട് ആംഗ്യം കാണിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഊമനായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ഭാരിക്കുമോ. യഹൂദനല്ലാത്ത ഒരു ക്രൂരനായ രാജാവ്, ഹെരോദ രാജാവ്, യഹൂദ രാജ്യം ഭരിക്കുന്ന ഒരു സമയം. BC 37 മുതൽ BC 4 വരെയുള്ള ആ കാലഘട്ടം. യഹൂദ്യ രാജാവിൽ നിന്ന് യഹൂദജനത്തിന് ഒരു കരുണയും ലഭിക്കാതിരിക്കുന്ന ഒരു സമയം. നമുക്കറിയാം, ഏകദേശം 400 വർഷങ്ങളായി ദൈവം തങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രവാചകനെ അയക്കാത്ത സമയമാണ് യഹൂദ ജനത്തിന്. മാലാഖി പ്രവാചകന് ശേഷം തങ്ങൾക്ക് ദൈവവചനം നേരിട്ട് ലഭിക്കാതിരിക്കുന്ന ഒരു ജനസമൂഹം. ആ ജനത്തിനു വേണ്ടി ഇപ്പോൾ ദൈവവുമായി ആശയവിനിമയം നടത്തുവാൻ അവർക്കുള്ളത് അവരുടെ തവണ വ്യവസ്ഥയിൽ ദൈവസന്നിധിയിൽ പോയി ധൂപാർപ്പണം നടത്തുന്ന അവരുടെ പുരോഹിതർ മാത്രമാണ്. അങ്ങനെ ദൈവം കൽപ്പിച്ചാക്കിയ അഹരോൻ്റെ പിൻഗാമികളായ ലേവ്യർക്ക് മാത്രം അവകാശപ്പെട്ട പുരോഹിത ശ്രേണിയിൽ 24 കുടുംബങ്ങളിൽ അബിയ കുടുംബത്തിലെ സെക്രിയ പുരോഹിതന് അവർക്കു വേണ്ടി, ആ ജനത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരത്തിൽ ധൂപാർപ്പണം നടത്തുന്ന സമയം. ആ പുരോഹിതൻ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുമ്പോൾ ദൈവജനം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിശുദ്ധ മന്ദിരത്തിന് പുറത്തു നിൽക്കുകയാണ്. ജനത്തിൻ്റെ ഇടയിലേക്ക് അവരുടെ എല്ലാമായ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ അർഹതയുള്ള പുരോഹിതൻ ഇതാ പുറത്തു വന്ന് അവരോട് സംസാരിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു വലിയ പ്രയാസത്തിൻ്റെ സമയം. ജനസമൂഹം മനസ്സിലാക്കുകയാണ് ആ വൃദ്ധനായ വന്ധ്യ വൈദികനായ സെക്രിയ പുരോഹിതന് ഒരു ദൈവദർശനം ഉണ്ടായി എന്ന്. ഈ പുരോഹിതൻ്റെ നിശബ്ദത, അതിലൊരു വലിയ ദൈവിക പദ്ധതി നിഴലിടുന്നതായി നമുക്ക് കാണാം. മശിഹ ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപം പ്രാപിച്ച് എഴുന്നള്ളാറായിരിക്കുന്ന ഒരു സമയം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന 3 വ്യക്തിത്വങ്ങളുണ്ട്: പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ഈ 3 ആളുകൾ വഹിക്കുന്ന 3 നിർണായക സ്ഥാനങ്ങൾ മെശിഹ നിറവേറ്റുമെന്ന് പല പ്രവചനങ്ങളിൽ കൂടി ആ ദൈവജനം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മശിഹായുടെ ആഗമനത്തിനായുള്ള ആ ഒരു ഒരുക്ക സമയത്തിൽ ഏകദേശം 400 വർഷങ്ങളോളം പ്രവാചകന്മാരെ ദൈവം നിശബ്ദനാക്കുന്നു. ഇപ്പോൾ ഇതാ രാജാവിൻ്റെ സ്ഥാനം വഹിക്കാൻ യഹൂദനല്ലാത്ത ഒരു രാജാവിനെ, ക്രൂരനായ ഒരു ഭരണാധികാരിയെ അനുവദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇപ്പോൾ ഇവിടെ മെശിഹായുടെ വരവിന് മുൻപുള്ള അവസാന നാളുകളിൽ അവരുടെ മഹാപുരോഹിതനും നിശബ്ദനാകുന്നത്. ശൂന്യമായ പ്രവാചകന്മാരുടെ ശ്രേണി, നിയമവിരുദ്ധമായ രാജാവിൻ്റെ ഭരണം നിലനിൽക്കുന്ന സമയം. ഇപ്പോൾ ഇതാ നിശബ്ദമായ പുരോഹിതൻ. ഈ 3 സ്ഥാനങ്ങൾ ദൈവപുത്രനായ ക്രിസ്തു അവൻ വഹിക്കുവാനാണ് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. യഥാർത്ഥ നിത്യ പ്രവാചകനായ മശിഹ, നിത്യരാജ്യത്വം സ്ഥാപിക്കുവാൻ വരുന്ന മശിഹ, അനുദിനം നമ്മൾ ഓരോരുത്തർക്കുമായി ബലിയായിത്തീരുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആ പുരോഹിതൻ്റെ ഈ ലോകത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിൻ്റെ സമയം. ദൈവമേ, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിച്ച് ഞങ്ങളെ നിൻ്റെ വിശുദ്ധിയിലും നിൻ്റെ നിഷ്കളങ്കതയിലും നിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി ഞങ്ങളെ ദൈവമേ നീ മാറ്റണമേ. നിൻ്റെ ജനനത്തിൻ്റെ ദിവസം ദർശിക്കുവാൻ
ഇടയാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.